നമസ്കാരം. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. കേട്ടിട്ടില്ലേ അങ്ങനൊരു വചനം? നമ്മുടെ ഗാന്ധിജി പറഞ്ഞിരുന്നു സ്വയം പര്യാപ്തത നേടണമെന്ന്, അല്ലേ? വിദ്യാഭ്യാസത്തോടൊപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ അതുപോലെയൊക്കെ നമ്മൾ ഒപ്പം വിദ്യാഭ്യാസത്തോടൊപ്പം നേടണം എന്നൊക്കെയായിരുന്നു ഗാന്ധിജിയുടെ നിലപാട്. പക്ഷെ ഇന്ന് എല്ലാവരും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ആവശ്യമാണ്, നമുക്ക് ആവശ്യമുണ്ടാവുകയും ആവശ്യങ്ങൾ വളരെയധികം വരികയും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളവർ അവരാണ് ആവശ്യക്കാർ. ആവശ്യക്കാരെങ്ങനെയെങ്കിലും അവർക്ക് ആ ആവശ്യം നേടാനൊരു വഴി കണ്ടെത്തും, ഇല്ലേ? നമ്മൾക്കിപ്പോൾ എന്തൊരു കാര്യമായാലും എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെയുള്ളൊരു എക്സ്പീരിയൻസ് പറഞ്ഞു. അതായത് നമ്മളൊക്കെ ആവശ്യം വരുമ്പോഴാണ് നമ്മൾ സ്വയം പര്യാപ്തമാകുക. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ നമ്മളുടേതായ സ്വന്തമായ വരുമാന മാർഗം കണ്ടെത്താനുള്ള ഒരു വഴി നമ്മൾ കണ്ടെത്തുക നമ്മൾക്ക് ആ ആവശ്യങ്ങളാണ്. നമ്മുടെ മുന്നിൽ ആവശ്യങ്ങൾ കൂടുതലും നമുക്ക് ആവശ്യങ്ങൾ നടത്തിത്തരാൻ ആളില്ലാതെ വരിക, അല്ലെങ്കിൽ അതിന് പറ്റിയൊരു സാഹചര്യമോ സന്ദർഭമൊന്നും ഇല്ലാതെ വരുമ്പോൾ നമ്മൾ സ്വയം അതിന് വേണ്ടിയിട്ട് പര്യാപ്തമാവും, അല്ലേ? കാരണം ആവശ്യങ്ങൾ നടക്കണ്ടേ. അപ്പം നമ്മളതിലേക്ക് ഇറങ്ങിത്തിരിക്കും. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ വന്ന വഴിയാണ്, എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും അതുപോലെ ആയിരിക്കണം എന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അംഗീകരിച്ചോളണമെന്നൊന്നുമില്ല. ഞാൻ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസിലൂടെ പഠിച്ച കാര്യങ്ങൾ ആണ് പറയുന്നത്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഞാനൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മുതലേ ഞാനൊക്കെ നന്നായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ്. കാരണം ഞങ്ങളുടെ വീട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയാണ്, കൂടുതലായിട്ട് കൃഷി ഉണ്ടാവും. എല്ലാ ദിവസവും നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും. നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിലും കൂടിയിട്ട് പണികളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പഠിപ്പല്ല അവിടെ പ്രധാനം, പണിയെടുക്കുക. അല്ലാതെ നെല്ലുണ്ടാവും, കൃഷി ഉണ്ടാവും, പിന്നെ കാപ്പി, കുരുമുളക്, അതിൻ്റെ ഒപ്പം കൂർക്ക, ചേമ്പ്, ചേന, പിന്നെ പൂളക്കിഴങ്ങ്, അങ്ങനെ എല്ലാ സീസണുകളിലും ഓരോന്നുണ്ടാവും നമുക്ക്. അതായത് അതാണ് ഒരു കൃഷിക്കാരുടെ, അത് നിങ്ങൾക്ക് കൃഷിയൊക്കെ ഉള്ള വീട്ടുകൾക്ക് മനസ്സിലാവുണ്ടാവും. അവരുടെ വീട്ടിലെന്നും പണി ഉണ്ടാവും. കാരണം പശുക്കളുണ്ടാവും, ആടുണ്ടാവും, കോഴി ഉണ്ടാവും. നമുക്കെപ്പോഴും തിരക്കായിരിക്കും. അതിപ്പോൾ എൻ്റെ പ്രായമൊന്നുമില്ല. ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം മുതലൊക്കെ ഞാനൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ. നമുക്ക് എല്ലാ പണികളും ചെയ്യാനറിയാം. പശുവിനെ നോക്കാൻ നമുക്കറിയാം. എനിക്ക് പശുവിനെ നോക്കാൻ അറിയാം, പശുവിനെ കറക്കാൻ അറിയാം, പശുവിനെ കുളിപ്പിക്കാൻ, ചാണെടുക്കാൻ, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ നെല്ല് ഞാറ് നടാനറിയാം, ഞാറ് പറിക്കാനറിയാം, നടാനറിയാം, കൊയ്യാനറിയാം. അത് മെതിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് ഇന്നത്തെ പോലത്തെ മെതിക്കലല്ല, ഇന്നിപ്പോൾ മെഷീനായി. പക്ഷെ അന്നൊക്കെ ഞങ്ങൾ ഒക്കലിടുക എന്നാണ് പറയും. ഇന്നത്തെ തലമുറയ്ക്ക് ഒക്കലിടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ അറിയുണ്ടാവില്ല. ഒക്കലിടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കളത്തിൽ നെല്ല് ഇങ്ങനെ ആ കൊയ്ത് കൊടുന്ന കറ്റകൾ നിരത്തിയിട്ട് അതിൽ നടുക്കൊരു തൂണൊക്കെ വെച്ചിട്ട് ഒരു 4 പോത്തിനെയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ രാത്രിയാണ്, അതായത് രാത്രിയും പകലും ഒക്കെ ഒരുപോലെ നമ്മൾ പണിയെടുക്കണം. പക്ഷെ നമ്മൾ ഈ പണിയെടുക്കുന്നതിനനുസരിച്ചൊന്നും നമുക്ക് അതായത് കൂലിയില്ലാത്ത പണി ചെയ്യാറില്ല. നമ്മുടെ വീട്ടിലെ പണിയാകുമ്പോൾ നമുക്ക് കൂലിയില്ല. പക്ഷെ നമുക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ പോലും നടത്തി തരില്ല. എൻ്റെ വീട്ടിലൊക്കെ ഞാനൊരു മോളും എനിക്കൊരു ഏട്ടനും ഉണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങളുടെ പോലും എല്ലാ ആവശ്യങ്ങളൊന്നും നടത്തി തരില്ല. അവർക്ക് ആ പണിയെടുക്കൽ മാത്രമാണ് അന്നത്തെ കാലത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം. അല്ലാണ്ട് ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികളൊക്കെ അല്ലെങ്കിൽ ആ കുട്ടികൾ തന്നെ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടാണ്. എനിക്കൊന്നും അങ്ങനത്തെ ഒരു സൗകര്യങ്ങളേ കിട്ടിയിട്ടില്ല. പണിയെടുക്കുക എന്നല്ല, നല്ലൊരു ചെരുപ്പ് ഉണ്ടാവില്ല, നല്ലൊരു ഡ്രസ്സ് ഉണ്ടാവില്ല. പിന്നെ പെൺകുട്ടികളാകുമ്പോൾ വള, മാല, കമ്മൽ, പൊട്ട്, എന്തിന് ഒരു നെയിൽ പോളിഷ് അടക്കം ഞാൻ കൊതിച്ചിട്ടുള്ള കാലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളർന്ന സാഹചര്യത്തിലൊന്നും അല്ല ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ നിങ്ങളോ വളർന്നിട്ടുണ്ടാവുക. പക്ഷേ ഞാൻ എങ്ങനെയാണ് സ്വയം പര്യാപ്തമായി എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ കൂലിപ്പണിക്ക് പോയിട്ടുള്ള ആളാണ്. ഇത് പറയുമ്പോൾ ചിലവർക്കൊരു നാണക്കേടാണ്, എന്തിനാ അതൊക്കെ പറയണത്, കൂലിപ്പണിക്ക് പോയ കാര്യമൊന്നും പറയാം. ചിലവർക്കതൊരു നാണക്കേട്. പക്ഷെ എനിക്കതൊരിക്കലും ഒരു നാണക്കേടായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ അധ്വാനിച്ചിട്ടാണ് പൈസ സമ്പാദിച്ചിട്ടുള്ളത്. പുറത്ത് ഞങ്ങളവിടെയൊക്കെ കൂലിപ്പണി പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പി പറിക്കാൻ പോവുക, കൊയ്യാൻ പോവുക, അതൊക്കെയാണ് ഞങ്ങളുടെ കൂലിപ്പണി. ഇഞ്ചി നടാൻ പോവുക. ഞങ്ങൾക്ക് കുറേ ഏക്കർ കണക്കിനാണ് ആൾക്കാർ ഇഞ്ചി നടുക. അപ്പോൾ നമ്മളവിടെ രാവിലത്തോട്ട് വൈകുന്നേരം പണിക്ക് പോയി 50 രൂപയൊക്കെ കൂടിയിട്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ കൂലിപ്പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള കൂലി ഫസ്റ്റേക്ക് 50 രൂപയാണ്. അങ്ങനെ ഞാൻ പണിയെടുത്ത പൈസയും കൊണ്ടാണ് എനിക്ക് നല്ല ചെരുപ്പ് വാങ്ങിയിട്ടുള്ളതും
അന്ന് ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ കൂലിപ്പണിക്ക് പോയത് എനിക്ക് നല്ലൊരു ബാഗ് മേടിക്കാനായിട്ട്, സ്കൂൾ ബാഗ് മേടിക്കാനും. അന്നൊക്കെ ഈ കുട നല്ല നീളമുള്ള കുടയാണ്, അപ്പോൾ എനിക്ക് ചെറിയ കുട വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ കുടയും ബാഗും മേടിക്കാൻ വേണ്ടിയിട്ട് അന്ന് പഠിക്ക് പോയിട്ടുള്ള ആളാണ് ഞാൻ. ഇതൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് മേടിച്ച് തരാൻ സാഹചര്യം ഇല്ലാഞ്ഞിട്ടൊന്നല്ല, പക്ഷെ അന്ന് അങ്ങനെയാണ്. അവരങ്ങനെ കൂടുതലൊന്നും നമുക്ക് കെയറിങ് ഒന്നും തന്നിരുന്നില്ല. പണിയെടുക്കുക എന്നാണ് അവരുടെ മെയിനായിട്ട്. അവർക്ക് പഠിപ്പിക്കുന്നത് പോലും വലിയൊരു ഇമ്പോർട്ടൻസ് നമുക്ക് തന്നെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിനോട് താല്പര്യമില്ലാത്തൊരു തലമുറ അന്നത്തെ കാലം അതായിരിക്കാം. അല്ല എന്തോ അവരുടെ ചിന്താഗതി അങ്ങനെ ആയിട്ടായിരിക്കും. എനിക്ക് അങ്ങനെയുള്ള അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അന്ന് മുതൽ ഞാൻ സ്വയം പര്യാപ്തമായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ പണിക്ക് പിന്നെ അച്ചമ്മയ്ക്കൊക്കെ വേണ്ടി കാപ്പി പറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ കൂലി തരും. ആ പൈസ എടുത്തിട്ട് നമ്മൾ ചെരുപ്പ് വാങ്ങുക, പൊട്ട് വാങ്ങുക, വള വാങ്ങുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത്രയും പോലും നമുക്ക് രക്ഷിതാക്കൾ മേടിച്ച് തന്നേരുന്നില്ല. അപ്പം നമ്മൾക്ക് എന്താണ് ഇതൊക്കെ നമ്മുടെ അടിസ്ഥാനം, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചെറിയ ചെറിയ അടിസ്ഥാന ആവശ്യങ്ങളാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് സ്വയം പര്യാപ്തമായിരുന്നു. ഞാൻ പഠിക്കാൻ പോകുമ്പോഴും പണിയെടുത്തിട്ട് പുസ്തകങ്ങളൊക്കെ മേടിക്കാനും പേന മേടിക്കാനും ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എനിക്കൊക്കെ കുറച്ച് വളരെ എന്താ പറയുക, ഒരു പുസ്തകത്തിൽ 2 വിഷയങ്ങളൊക്കെ എഴുതിയിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. 2 ഭാഗത്തായിട്ട് 2 വിഷയങ്ങൾ എഴുതുക. ഒരു പേന മേടിച്ചു തന്നാൽ പിന്നെ നമുക്ക് പേനയല്ല കിട്ടുക, റീഫില്ലർ മാത്രമാണ് മേടിച്ചു തരിക. അതന്നെ തീർന്നു കഴിഞ്ഞാൽ ചോദ്യങ്ങളാണ്. പിന്നെ മഷിപ്പേന മേടിച്ചാൽ ഒരു കുപ്പി മഷി. അപ്പം അന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനത്തെ സാഹചര്യത്തിൽ വളർന്നതുകൊണ്ട് നമ്മൾ എന്താ പറയും, അതിജീവിക്കാൻ ശ്രമിക്കും. നമ്മളുടെ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കണമല്ലോ. നമുക്ക് ആവശ്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് തരാൻ ആളില്ല, സപ്പോർട്ട് ചെയ്യാൻ ആളില്ലെങ്കിൽ നമ്മളത് നേടാൻ വേണ്ടിയിട്ട് അടുത്ത പണികൾ, അതായത് ജോലി ചെയ്തിട്ട് നമ്മൾ പഠിക്കാൻ പോവാം. അതാണ് പറയുന്നത്. നമ്മൾ ഇന്നത്തെ തലമുറയ്ക്ക് വിദ്യാഭ്യാസത്തോട് അത്രയ്ക്ക് പ്രാധാന്യം, അല്ലെങ്കിൽ അവരതിനെ വില കൽപ്പിക്കാത്തത്, അവർക്ക് നമ്മൾ എല്ലാ സൗകര്യങ്ങളും കൊടുക്കുകയാണ് അല്ലേ. അവർക്ക് പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് അവർ വെറുതെ വന്ന് നിന്നാൽ മതി. നമ്മൾ അവർക്ക് മുന്നിൽ എല്ലാം, യൂണിഫോം ആയിക്കോട്ടെ, ചെരുപ്പായിക്കോട്ടെ, ബാഗായിക്കോട്ടെ, പുസ്തകം, എല്ലാ സൗകര്യങ്ങളും നമ്മൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുന്നു. അവർക്കത് കൊണ്ടുപോയി പഠിച്ച് തിരിച്ചു വരിക വേണ്ടുള്ളൂ. പക്ഷെ അതുപോലും ചെയ്യാൻ ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സില്ല, അവർ ചെയ്യുന്നില്ല. പക്ഷെ അതായത് എൻ്റെയൊക്കെ ഒരു കാലത്ത് ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിട്ട് കഷ്ടപ്പെട്ടിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളത്. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. എനിക്ക് വണ്ടിക്ക് പോകാൻ പോലും, അതായത് ഞാൻ ഒരുപാട് ദൂരത്ത് പഠിച്ചുകൊണ്ട് എനിക്ക് അവിടെ എത്തിപ്പെടാനുള്ള പൈസയ്ക്ക് പോലും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് തരില്ലായിരുന്നു. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി ഞാൻ പഠിക്കുമ്പോൾ ആ പഠനത്തെ ഞാൻ അത്രയധികം വില കൽപ്പിച്ചിരുന്നു. എനിക്ക് പഠിക്കുക എന്നുള്ളത് ഞാൻ എന്നും ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, എനിക്ക് പഠിക്കുക എന്നാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ എന്തോ എനിക്ക് പഠിക്കാനുള്ള അവസരം എൻ്റെ വീട്ടുകാർ തന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കിവിടെ അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ പഠനം എന്ന് പറയുന്നത്, പഠനത്തിൻ്റെ ആ ഒരു വില മനസ്സിലാവണമെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കുന്നത് എന്തിന്, ജോലി ചെയ്യുന്നത് എന്ത്, അപ്പോൾ എന്ത് ജോലി ചെയ്യുന്നത് എന്തിനെന്നുള്ളത് നമ്മുടെ ആവശ്യങ്ങളാണ്. നമുക്ക് ആവശ്യങ്ങൾ, നമ്മുടേതായ ആവശ്യങ്ങൾ നമുക്ക് വരുമ്പോഴാണ് നമ്മൾ സ്വയം ജോലി ചെയ്യുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിച്ചോളണം അല്ലേ. എന്തെങ്കിലുമൊക്കെ തൊഴിൽ, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ അവനവർക്ക് കഴിയുന്ന എന്തെങ്കിലുമൊക്കെ തൊഴിലുകൾ ചെയ്തിട്ട് അവരവരെ ചിലവുകളിലൊക്കെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ, നമ്മളിങ്ങനെ എന്താ പറയുക, എപ്പോഴും ഡിപ്പെൻഡായിട്ട് ജീവിക്കുകയാണ്. ഡിപ്പെൻഡ് ആവാതെ ഇൻഡിപെൻഡായി ജീവിക്കണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം. ഇന്നത്തെ തലമുറയ്ക്ക് ജീവിതാനുഭവങ്ങൾ ഇല്ല. കാരണം നമ്മുടെ തലമുറ, അല്ലെങ്കിൽ എൻ്റെ തലമുറ, ഞാൻ വളർന്നത് ഇതായതുകൊണ്ട് ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ മക്കൾക്ക് എനിക്ക് എന്തില്ലാത്തതോ അതൊക്കെ ഞാൻ മാക്സിമം ചെയ്തു കൊടുക്കുന്ന കാരണം അവരതിൻ്റെ വില മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ജീവിതാനുഭവങ്ങൾ മാക്സിമം കുട്ടികൾ അറിയണമെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം കൂടെ വേണം. അന്നത്തെ സാഹചര്യം അല്ല ഇന്നുള്ളത്, നമുക്ക് അവരെ കുറ്റം പറയാൻ അല്ല. പക്ഷേ കുട്ടികൾ അങ്ങനെ ഒരു സ്വയം പര്യാപ്തത നേടാൻ ശ്രമിക്കുന്നില്ല. ഒരു ഇപ്പോൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു പണിയാണെങ്കിൽ കൂടി ഇന്നത്തെ തലമുറ അതൊന്നും ചെയ്യുന്നില്ല. വീട്ടിലെ പണിയായാലും കൂടിയിട്ട് അവർക്കത് തയ്യാറല്ല. അവരിങ്ങനെ കൈയൊക്കെ നല്ല എന്താ പറയുക, നഖമൊക്കെ വളർത്തി കൈയൊക്കെ നല്ല സോഫ്റ്റ് പോലെ, അവരുടെ കൈയൊക്കെ പഞ്ഞി പോലെ, നമ്മുടെ കൈയൊക്കെ നല്ല സ്ട്രോങ്, അത്രയധികം തഴമ്പ് നമ്മുടെ കയ്യിലുണ്ട്. ഈ കയ്യിലൊക്കെ എന്താ പറയുക, പുല്ലരിഞ്ഞിട്ട് ഞാനൊക്കെ 7ാം ക്ലാസ് പഠിക്കുമ്പോഴും 5ാം ക്ലാസ് പഠിക്കുമ്പോൾ പുല്ലരിയുന്ന ആളാണ്. ഈ കയ്യിലൊക്കെ മുറിപ്പാടില്ലാത്തൊരു വിരലിൻ്റെ ഈ കയ്യിലില്ല. കാരണം അത്രയധികം മുറി പറ്റിയിട്ടുള്ള ആളാണ്. കാരണം അത്രയും ചെറുപ്പത്തിലാണ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ
നമ്മൾ സ്വയം പര്യാപ്തമാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണമെന്നാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു വന്നത്. അല്ലാണ്ട് എൻ്റെ കഥകൾ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. ജീവിതാനുഭവങ്ങൾ വേണം. നമ്മൾക്ക് സ്വന്തം കാലിൽ നിൽക്കണം എന്നും അല്ലെങ്കിൽ മറ്റൊരാളെ ആശ്രയിക്കാതെ ഇൻഡിപെൻഡൻ്റായി ജീവിക്കണം എന്നുള്ളതും ഒക്കെ നമുക്ക് അങ്ങനെ ഒരു തിരിച്ചറിവൊക്കെ വരുന്നത് നമ്മുടെ പച്ചയായ അനുഭവത്തിൽ നിന്നായിരിക്കും. അങ്ങനെ അനുഭവങ്ങളുള്ളവരാണ് അത്രയും സ്ട്രോങ് ആയിട്ട്, അതായത് ഒറ്റയ്ക്ക് നിന്ന് പോരാടാനുള്ളൊരു കരുത്ത് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കഠിനമായ ജീവിതാനുഭവങ്ങൾ വേണം. അപ്പം അങ്ങനത്തെ ജീവിതാനുഭവങ്ങൾ ഇല്ലാത്ത തലമുറയാണെങ്കിൽ കൂടിയിട്ടും കുറേയൊക്കെ നമ്മൾ സ്വയം പര്യാപ്തമാവുക, മറ്റൊരാളെ ആശ്രയിക്കാതിരിക്കുക, അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും മറ്റൊരാളെ ആശ്രയിക്കാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം കാലിൽ നിന്ന്, അത് പെണ്ണുങ്ങളായിക്കോട്ടെ ആണുങ്ങളായിക്കോട്ടെ, ഇന്നത്തെ കാലത്ത് സ്വന്തം കാലിൽ നിന്ന് ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതിന് നമ്മൾ എന്നാൽ ഇന്നൊക്കെ നമുക്ക് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്, ഇഷ്ടംപോലെ പണികളുണ്ട്. ഒക്കെ നമ്മൾ എന്താ പറയുക, മെഷീനറീസാണ്. നമ്മൾക്ക് ആ മെഷീൻ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാനോ അങ്ങനെയുള്ള ഒക്കെ പഠിച്ചാൽ മതി. പണ്ടത്തെ പോലെ പാടത്ത് പോയി പണിയെടുക്കണമെന്നോ ഒന്നുമല്ല. നമ്മളൊക്കെ പാടത്ത് വെയിലത്ത്, ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് വിശപ്പ് പോലും അറിയുന്നില്ല. വിശപ്പിൻ്റെ വില അറിയാത്തതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഇത്രയധികം ഭക്ഷണങ്ങൾ വേസ്റ്റ് ആക്കുന്നത് അല്ലേ? എത്രയാനും ഭക്ഷണങ്ങളാണ് ഓരോ ദിവസവും ആൾക്കാർ വേസ്റ്റ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഓരോ ദിവസവും ഓരോ രുചികളാണ്, മാറി മാറി വരുന്ന രുചികൾ അന്വേഷിച്ച് നടക്കുന്നൊരു തലമുറ. കാലം അങ്ങനെയായി. ഇന്നിപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, പുറത്തെ ഭക്ഷണങ്ങൾ അധികവും നോൺ വെജ് ഒക്കെയാണ് എല്ലാവരും. അങ്ങനത്തെ ഒരു ആളുകളായി മാറി. പക്ഷേ വിശപ്പിൻ്റെ വിലയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വയലിൽ പാടത്ത് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പൊരിഞ്ഞ വെയിലത്ത് നമ്മൾ ആ ചെളി വെള്ളത്തിൽ, ഇപ്പോൾ ഞാറ് നട്ടാണെങ്കിൽ ചെളി വെള്ളത്തിലായിരിക്കും. ചിലപ്പോഴൊക്കെ എന്താ പറയുക, ആത്തിക്കണ്ണ് എന്ന് പറയാം, ചതുപ്പ്, അതിൽ നമ്മളിപ്പോൾ അത്രയും വയറ് വരെയൊക്കെ താന്നിട്ട് ഇങ്ങനെ നിൽക്കുക. നമ്മളിങ്ങനെ നിന്ന് നട്ടുകൊടുത്താൽ മതി. അത്രയും നമ്മൾ ഭൂമിയായിട്ട് എന്താ പറയുക, അത്രയും അടുത്തിട്ടൊക്കെ നല്ല രസമുള്ള കേട്ടോ, നല്ല അനുഭവമാണത്. നമ്മൾ ആ ചളിയിൽ ഇങ്ങനെ എന്താ പറയുക പൂണ്ട് പോയിട്ട് നിന്നിട്ട് നിറഞ്ഞിട്ട്, അത് നല്ല വെയിലും ആകുമ്പോൾ നമുക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ തണവുമായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് നട്ടുവെച്ച നേരത്ത് നമുക്ക് ആ ചോറുണ്ടെങ്കിൽ അത്രയും വെയിലൊക്കെ കൊണ്ടിട്ടുള്ള വിശപ്പുണ്ടല്ലോ, അത് നല്ല വിശപ്പായിരിക്കും. ആ വിശപ്പ് അറിഞ്ഞിട്ട് ആ ചളിയിൽ നമ്മൾ അവിടെ ഇരുന്നിട്ട് ആ വെയിലത്ത് ഇരുന്നിട്ടാണ് ഈ ചോറ് തിന്നുക. അതിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ആ ഒരു രുചിയൊന്നും ഇന്ന് കിട്ടുന്നൊരു ഭക്ഷണത്തിനും ഇല്ല. അതൊക്കെ അനുഭവിച്ചറിഞ്ഞവർക്കാണ്. അപ്പോൾ ആ അങ്ങനെ അനുഭവിച്ചുകൊണ്ട് എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ ഞാൻ വളരെ എന്താ പറയുക, എനിക്കങ്ങനെ ഒരുപാട് നല്ല ഭക്ഷണങ്ങൾ വേണം, അത് വേണം, അങ്ങനെയൊന്നുമില്ല. എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കുന്ന ഒരാളാണ്. എനിക്ക് വിശപ്പിൻ്റെ വില അറിയാം, ഞാൻ വിശപ്പ് അറിഞ്ഞിട്ടുള്ള ആളാണ്. അതുകൊണ്ട് നമുക്ക് അനുഭവം വേണം, ജീവിത അനുഭവം വേണം. ആ അനുഭവിച്ച ആൾക്കാർക്കാണ്, ജീവിതാനുഭവത്തിലൂടെ വന്ന ആൾക്കാർക്ക് മാത്രം തന്നെയാണ് വളരെ സ്ട്രോങ് ആയി സ്വന്തം കാലിൽ നിന്നിട്ട് ഒറ്റയ്ക്ക്, അതായത് എന്ത് പ്രശ്നം വന്നാലും നേരിട്ട്, ഇതിനകത്ത് നമ്മൾ ഇത്രയും കാലം വന്ന പ്രശ്നത്തെക്കാൾ കൂടുതലൊന്നല്ല അടുത്ത പ്രശ്നം എന്നുള്ളൊരു മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിനെ നേരിടാൻ യാതൊരു പേടി ഉണ്ടാവില്ല. വളരെ കൂളായിട്ട് നമ്മൾ ഏത് കാര്യത്തെയും പോസിറ്റീവായിട്ട് പ്ലസൻ്റായിട്ട് നേരിടും. കാരണം തീയിൽ മുളച്ചത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെയാണ് തീയിൽ മുളയ്ക്കണം എങ്കിൽ തന്നെയാണ് വെയിൽ കൊണ്ടാലും വാടാതിരിക്കുള്ളൂ. അതിന് അത്രയും നല്ല അനുഭവങ്ങൾ വേണം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഞാൻ വെറും എൻ്റെ ഒരു ജീവിത കഥകൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചതല്ല. ജീവിതാനുഭവങ്ങൾ ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടെയൊക്കെ നന്നായിട്ട് ജീവിക്കാനൊക്കെ ഉള്ളൊരു ഇതൊക്കെ വരുള്ളൂ. അപ്പോൾ എന്നോട് ആൾക്കാർ ചോദിക്കും, ചിലവരിട്ട് എന്നെ അത്ര ഇഷ്ടമുള്ളവർ ചോദിക്കും, എവിടെ നിന്നാണ് ഇങ്ങനത്തെ ഐഡിയാസൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുന്നത്, എവിടെ നിന്നാണ് ഇത്ര ധൈര്യമൊക്കെ കിട്ടിയത്, ഇങ്ങനെ വീഡിയോയുടെ മുന്നിലേ ഇരുന്നിട്ട് ഇതൊക്കെ പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം അത് നിങ്ങളെ മുന്നിൽ പറയാനുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പച്ചയായ ജീവിതാനുഭവങ്ങൾ നല്ലോണം ഉണ്ട്. ഈ പറഞ്ഞതൊക്കെ ചെറിയ 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 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുട്ടിക്കാലം ഞാൻ അത്രയും കഷ്ടപ്പെട്ട വളർന്നിട്ടുള്ളത്. അതിന് ശേഷം വന്നിട്ടുള്ളതും അതിലേറെ കഷ്ടപ്പാടാണ്. അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ ഈ ഒക്കെ കാര്യങ്ങളിനൊക്കെ ഏത് കഷ്ടപ്പാട് വന്നാലും പിടിച്ചു നിൽക്കാനുള്ള ശക്തി, തൻ്റെടം, ധൈര്യം, കോൺഫിഡൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളും നന്നായിട്ട് കോൺഫിഡൻ്റായി ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഓക്കെ.